Hello, good morning. This is our new short story. It used to be green once by Patricia Grace. Today we learn introduction before the chapter. Patricia Grace. Introduction. Patricia Grace was born in 1937. She is still alive. Is a novelist, short story writer, and a writer of children's literature from New Zealand. She is a Maori writer in English. അപ്പോൾ പാട്രീഷ്യ ഗ്രേസ് എന്നുള്ള റൈറ്റർ നോവലിസ്റ്റാണ്, ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്, അതുപോലെ ബാലസാഹിത്യങ്ങളൊക്കെ എഴുതുന്ന ഒരു റൈറ്ററാണ്. ന്യൂസിലൻഡിൽ നിന്നുള്ള റൈറ്ററാണ് പാട്രീഷ്യ ഗ്രേസ്. അവരൊരു മവോറി റൈറ്റർ എന്ന് പറയുന്നുണ്ട്. ഇംഗ്ലീഷിൽ മവോറി റൈറ്ററാണ്, അതായത് ഒരു ട്രൈബൽ റിലേറ്റഡ് ആയിട്ടുള്ള അബോറിജിനൽ പീപ്പിളിൻ്റെ. ന്യൂസിലൻഡിലെ പോളിനേഷ്യൻ വംശജരെയാണ് മവോറി എന്ന് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷിലൊരു മവോറി റൈറ്ററാണ് പാട്രീഷ്യ ഗ്രേസ്. Her first short story collection was Wayariki 1975, which won Penn or Hubert Church Award for the best book of fiction. ഇവരുടെ ഫസ്റ്റ് ഷോർട്ട് സ്റ്റോറി കളക്ഷനാണ് വയാരിക്കി, വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ 1975. അപ്പോൾ ആ വർക്കിന്, വയാരിക്കി എന്നുള്ള വർക്കിന്, ഈ ഷോർട്ട് സ്റ്റോറി കളക്ഷന് ഇവർക്ക് പെൻ ഓർ ഹ്യൂബർട്ട് ചർച്ച് അവാർഡ് റിസീവ് ചെയ്തിട്ടുണ്ട്. ഫോർ ബെസ്റ്റ് ബുക്ക് ഓഫ് ഫിക്ഷനാണ് ആ ഒരു അവാർഡ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത്. The other short story collections include The Dream Sleepers and Other Stories, 1980, Electric City and Other Stories, 1987, Selected Stories, 1991, The Sky People, 1994, and Small Holes in the Science, 2006. പിന്നെ ഇവരുടെ ഈ പാട്രീഷ്യ ഗ്രേസ് എന്നുള്ള റൈറ്ററുടെ ഷോർട്ട് സ്റ്റോറി കളക്ഷൻ പറഞ്ഞു വയാരിക്കി. അതുപോലെ മറ്റുള്ള ഷോർട്ട് സ്റ്റോറി കളക്ഷനാണ് ഡ്രീം സ്ലീപ്പേഴ്സ് ആൻഡ് അതർ സ്റ്റോറീസ് എന്നുള്ളത്. അത് 1980 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഷോർട്ട് സ്റ്റോറി, ഇപ്പോൾ പറഞ്ഞതൊക്കെ ഷോർട്ട് സ്റ്റോറി കളക്ഷൻസ് ആണ്. വേറൊരു ഷോർട്ട് സ്റ്റോറിയാണ് ഇലക്ട്രിക് സിറ്റി ആൻഡ് അതർ സിറ്റീസ്. അത് 1987 പബ്ലിഷ് ചെയ്തതാണ്. പിന്നെ സെലക്റ്റഡ് സ്റ്റോറീസിൽ 1991, The Sky People 1994, Small Holes in the Silence. ഈ വർക്ക് 2006 അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. She collaborated with the artist Robin Kahukiwa to create several illustrated works for children like The Kuya and the Spider, 1981. Watercress, Tuna and the Children of Champion Street and Wahin Toa. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ 2-3 വർക്ക്സ് ഉണ്ടല്ലോ, അതിലൊക്കെ ഈ പാട്രീഷ്യ ഗ്രേസ് റോബിൻ കഹുക്യുവ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, അവരുടെ കൂടെ കൊളാബറേറ്റ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്ത കുറേ വർക്ക്സ് ആണ്, ഇല്ലസ്ട്രേറ്റഡ് വർക്ക്സ് ആണ്. അതും ബാലസാഹിത്യം, അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറേ വർക്ക്സ് ആണ്. ദ കൂയ സ്പൈഡർ എന്നുള്ള വർക്ക് 1981. അതുപോലെ വാട്ടർക്രസ്, ട്യൂണ ആൻഡ് ദ ചിൽഡ്രൻ ഓഫ് ചാമ്പ്യൻ സ്ട്രീറ്റ് ആൻഡ് വാഹിൻ ചോ. ഈ വർക്ക്സ് എല്ലാം റോബിൻ കൗക്യുവ എന്ന് പറയുന്ന റൈറ്ററോട് കൂടെ കൊളാബറേറ്റ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കുറേ വർക്ക്സ് ആണ്, ഇല്ലസ്ട്രേറ്റഡ് വർക്ക്സ് ആണ്. അതും ചിൽഡ്രന് വേണ്ടി, ഫോർ ചിൽഡ്രൻ. Her first novel was Muthuvenua, The Moon Sleeps, 1978, which tells the tale of a Maori woman married to a Pakeha man. അപ്പോൾ ഇവരുടെ ഫസ്റ്റ് നോവലാണ് മുത്തുവെനുവ, ദ മൂൺ സ്ലീപ്സ് എന്നുള്ള വർക്ക്. അതിൽ പറയുന്ന കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൗരി വുമണും ഒരു വൈറ്റ് സെറ്റിലറായിട്ടുള്ള ഒരു വെള്ളക്കാരനായിട്ടുള്ള ആളെ അവർ വിളിക്കുന്നത് പക്കേഹ എന്നാണ്. അപ്പോൾ ഒരു വെള്ളക്കാരനായിട്ടുള്ള വൈറ്റ് സെറ്റിലറായിട്ടുള്ള ഒരാൾക്ക് ഒരു മൗരി ട്രൈബലായിട്ടുള്ള ഒരു ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ മാരി ചെയ്ത് കൊടുത്തതിൻ്റെ ഒരു സ്റ്റോറിയാണ് ഈ ഒരു മുത്തുവെനുവ, ദ മൂൺ സ്ലീപ്സ് എന്നുള്ള വർക്കിൽ പറയുന്നത്. Her other novels are
Potiki 1986, Cousins 1992, Baby No Eyes 1998, Dog's Side Story 2001, Tu 2004 and Chappie 2015. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം അവരുടെ മറ്റുള്ള നോവൽസാണ്. ഫസ്റ്റ് പറഞ്ഞ നോവൽ മുത്തുവേനു ദ മൂൺ സ്ലീപ്സ് എന്നുള്ളതാണ്. പിന്നെ അത് അവരുടെ ഈ റൈറ്ററിൻ്റെ കൂടുതലായിട്ടുള്ള വേറെ നോവൽസാണ് പോട്ടിക്കി, കസിൻസ്, ബേബി നോയ്സ്, ഡോഗ് സൈഡ് സ്റ്റോറി, തൂ, ചാപ്പി എന്നുള്ളതൊക്കെ മറ്റുള്ള നോവൽസാണ്, വേറെ നോവൽസാണ്. Her work Dog's Side Story was longlisted for Booker Prize in 2001. 2001 ഇവരുടെ ഡോഗ് സൈഡ് സ്റ്റോറി എന്നുള്ളത് ബുക്കർ പ്രൈസിന് ലോങ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷീ ഓൾസോ വോൺ ദ ന്യൂസ്റ്റെഡ് ഇൻ്റർനാഷണൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 2008. അവർക്ക് ന്യൂസ്റ്റെഡ് ഇൻ്റർനാഷണൽ പ്രൈസും സാഹിത്യത്തിൽ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. 2008 ഇവർക്ക് കിട്ടിയ അവാർഡാണത്. ഇവർ ജേതാവായ അവാർഡ്. The next paragraph. The literal meaning of the word Maori is normal, and Maori people meant normal people who shared a common language and culture. They have been subdivided into various tribes. The European white settler was called Pakeha by Maoris, and New Zealand was called Aotearoa. Maori became an official language in New Zealand only in 1987. So, in this paragraph, ഈ മൗരി എന്നുള്ള വേർഡിൻ്റെ ലിറ്ററൽ മീനിങ് ശരിക്കും നോർമൽ എന്നാണ്. സാധാരണയായിട്ടുള്ള നോർമൽ എന്നുള്ള മീനിങ് ആണ് മൗരി എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ മൗരി പീപ്പിൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താ? നോർമൽ പീപ്പിൾ ഹു ഷെയർഡ് കോമൺ ലാംഗ്വേജ് ആൻഡ് കൾച്ചർ. ഇപ്പോൾ സാധാരണ ജനങ്ങൾ തന്നെയാണ്, അവർക്കൊരു പൊതുവായിട്ടുള്ള ഭാഷയും സംസ്കാരവും ഉണ്ട്. അങ്ങനത്തെ ആളുകളാണ് ഈ മൗരി പീപ്പിൾ. പൊതുവായിട്ടുള്ള ലാംഗ്വേജ്, ഭാഷയും സംസ്കാരവും ഷെയർ ചെയ്യുന്ന ഒരു നോർമൽ പീപ്പിൾ, അവരാണ് മൗരി പീപ്പിൾ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അവരുടെ ആ ഒരു മൗരി പീപ്പിൾ തന്നെ അവർ വീണ്ടും സബ് ഡിവിഷൻ ഉണ്ടായിട്ടുണ്ട് അവരുടെ ട്രൈബിൽ. അതിനെ വാരിയസ് ട്രൈബിലേക്ക് സബ്ഡിവൈഡഡ് ഇൻറ്റു വാരിയസ് ട്രൈബ്സ് അല്ലേ. അപ്പോൾ അവരിൽ നിന്ന് വീണ്ടും ഒരുപാട് സബ് ഡിവിഷൻസ് വന്നിട്ടുണ്ട്. ഒരുപാട് ഗോത്രങ്ങൾ മൗരി പീപ്പിളിൽ നിന്ന് ഒരുപാട് ട്രൈബ്സ് ഉണ്ടായിട്ടുണ്ട്. The European white settler was called Pakeha by Maoris. Maoris people ഈ യൂറോപ്യൻ വൈറ്റ് സെറ്റിലറെ വിളിച്ചിരുന്നത്, വെള്ളക്കാരായിട്ടുള്ള ആളുകളെ വിളിച്ചിരുന്നത് പക്കേഹ എന്നാണ്. ആൻഡ് ന്യൂസിലൻഡ് വാസ് കോൾഡ് ഓറ്റിയാറോവ. അപ്പോൾ ന്യൂസിലൻഡിനെ മൗരി കൾച്ചറിൽ അല്ലെങ്കിൽ മൗരി ലിറ്ററേച്ചറിൽ ന്യൂസിലൻഡിനെ അവർ വിളിച്ചിരുന്നത്, അത്തരം മൗരി പീപ്പിൾ വിളിച്ചിരുന്നത്, ന്യൂസിലൻഡിനെ വിളിച്ചിരുന്നത് ഓറ്റിയാറോവ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ന്യൂസിലാൻഡ് എന്ന് പറയുന്നത്, അവരുടെ ഭാഷയിൽ ന്യൂസിലൻഡിനെ അവർ വിളിക്കുന്നത് ഓറ്റിയാറോവ എന്നാണ്. ഓക്കെ. മൗരി ബിക്കെയിം എൻ ഒഫീഷ്യൽ. അപ്പോൾ ന്യൂസിലൻഡിൽ ഇവരുടെ ഭാഷ മൗരി എന്നുള്ള ലാംഗ്വേജ് ഒഫീഷ്യലായിട്ട് വന്നത് 1987 മൗരി ഒരു ഒഫീഷ്യൽ ലാംഗ്വേജായിട്ട് ന്യൂസിലൻഡിൽ വന്നത്. Most of Maori literature exists in the oral form, and the body of written literature is comparatively small. അപ്പോൾ ന്യൂസിലൻഡിലെ മൗരി സാഹിത്യം ഉണ്ടല്ലോ, ഇവരുടെ ഈ അബോറിജിനൽ പീപ്പിളിൻ്റെ അല്ലെങ്കിൽ ന്യൂസിലൻഡ് പോളിനേഷ്യൻ വംശജരുടെ അവരുടെ സാഹിത്യം കൂടുതലും നിലനിൽക്കുന്നത് ഓറൽ ഫോമിലാണ്, വാമൊഴിയായിട്ട്. അപ്പോൾ നമ്മൾക്ക് ചെറുപ്പത്തിലൊക്കെ ഓർമ്മ ഉണ്ടാവും, നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഈ ആദിവാസികൾ അങ്ങനെയുള്ള പ്രാകൃതരായിട്ടുള്ള ആളുകൾ വരുമായിരുന്നു നമ്മുടെ നാട്ടിലൂടെയൊക്കെ. എന്നിട്ട് വീടിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ വന്നിട്ട് അവരുടെ ആദിവാസി പാട്ടുകളൊക്കെ പാടും. അവരെ അത് കൈമാറുന്നത് വാമൊഴിയായിട്ടാണ്, എഴുതി വെച്ചിട്ടൊന്നും ആവില്ല. അവർ കൂടുതലും എഴുതുന്നത് കുറവായിരിക്കും, കൂടുതലും അവർ വാമൊഴി ഓറൽ ഫോമിലായിരിക്കും അത് പാസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ അവരെ കാണാത്തതുകൊണ്ട് നമുക്കധികം പരിചയം ഉണ്ടാവില്ല. പക്ഷേ അവർക്ക് ഒരു പ്രത്യേക ഗണത്തിലും താളത്തിലൊക്കെ അവർ പല പദ്യങ്ങളും പിന്നെ അവരുടേതായ കവിതകളും മറ്റും അവർ ചൊല്ലാറുണ്ട് വന്നിട്ട്.
അപ്പോൾ അതൊക്കെ ഓറൽ ഫോമിലുള്ളതാണ്, വാമൊഴിയായിട്ടുള്ളതാണ്, വരമൊഴിയല്ല. അപ്പോൾ ദ ബോഡി ഓഫ് റിട്ടൺ ലിറ്ററേച്ചർ ഈസ് കമ്പാരിറ്റീവ്ലി സ്മോൾ. അപ്പോൾ അവർ റിട്ടൺ ആയിട്ടുള്ള ലിറ്ററേച്ചർ അവരിൽ ഉള്ളത്, അവരുടെ സാഹിത്യത്തിൽ വരമൊഴിയായിട്ടുള്ളത് വളരെ കുറവാണ് എന്നാണ് പറയുന്നത്. കൂടുതലും മൗരി ലിറ്ററേച്ചർ, മൗരി സാഹിത്യം നിലനിൽക്കുന്നത് വാമൊഴിയായിട്ടാണ്. കൂടുതലും ട്രൈബൽ ഗ്രൂപ്പ്സിൻ്റെ ഒക്കെ അങ്ങനെയാണ്, അവർക്ക് കൂടുതലും എഴുത്തും ഭാഷയൊക്കെ കുറവായിരിക്കും. ഉണ്ടെങ്കിൽ തന്നെ അവരുടേതായ ഒരു ലാംഗ്വേജും എഴുത്തും കാര്യങ്ങളും ചിലപ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. Maori literature in English makes use of expressions from the tribal language too, thus making it a hybrid language. What's hybrid language? See, Maori literature in English makes use of expressions from the tribal language too, thus making it a hybrid language. അപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ ഇപ്പോൾ അവരുടെ സാഹിത്യങ്ങൾ എഴുതുകയാണെങ്കിൽ മൗരി ലിറ്ററേച്ചറിൽ നിന്നുള്ള അവരുടെ ട്രൈബൽ ലാംഗ്വേജിൻ്റെ ഒരുപാട് എക്സ്പ്രഷൻസ്, ഫോംസൊക്കെ കാണാം. അതുകൊണ്ട് തന്നെ അതൊരു ഹൈബ്രിഡ് ലാംഗ്വേജായി മാറുന്നു. മിക്സ്ഡ് ലാംഗ്വേജ് ഡിറൈവ്ഡ് ഫ്രം സെവറൽ ലാംഗ്വേജസ് സൈമൾട്ടേനിയസ്ലി. സോ ഇവിടെ ഇപ്പോൾ ഇംഗ്ലീഷിലാണ് നമ്മൾ അവരുടെ ഷോർട്ട് സ്റ്റോറി കാണുന്നതെങ്കിൽ അതിൽ ഇവരുടെ മൗറി ലിറ്ററേച്ചറും അതിൻ്റെ എക്സ്പ്രഷൻസ്, അവരുടെ ട്രൈബൽ ലാംഗ്വേജിൻ്റെ എക്സ്പ്രഷൻസൊക്കെ കാണാം. അവരുടെ ട്രൈബലായിട്ടുള്ള വേർഡ്സ്, ഡയലോഗ്സൊക്കെ ഇവരുടെ ഷോർട്ട് സ്റ്റോറിയിൽ, ഇംഗ്ലീഷിൽ ഉള്ള ഷോർട്ട് സ്റ്റോറി ആണെങ്കിലും മൗരി ലിറ്ററേച്ചറിൻ്റെ എക്സ്പ്രഷൻസ്, അവരുടെ ട്രൈബലായിട്ടുള്ള ലാംഗ്വേജിൻ്റെ എക്സ്പ്രഷൻസ്, ഡയലോഗ്സ്, അവരുടെ പേരുകൾ, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ അതൊരു ഹൈബ്രിഡ് ലാംഗ്വേജായി മാറുന്നു. അതായത് മിക്സ്ഡ് ലാംഗ്വേജ് ഡിറൈവിങ് ഫ്രം സെവറൽ ലാംഗ്വേജസ് സൈമൾട്ടേനിയസ്ലി, ഒരേ സമയം വ്യത്യസ്ത ലാംഗ്വേജ് മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഹൈബ്രിഡ് ലാംഗ്വേജ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സവിശേഷത ഇവിടെ കാണാം. Maori way of life places importance to cultural values like love, hospitality, people, relationships and ancestors, most of whom are manifest in the works of Patricia Grace too. See, Maori way of life places importance to cultural values like love, hospitality, people, relationships and ancestors, most of whom are manifest in the works of Patricia Grace too. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഇവരുടെ കൾച്ചറൽ വാല്യൂസ്, സാംസ്കാരികമായിട്ടുള്ള പല മൂല്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഈ മൗരി എന്ന് പറഞ്ഞ പീപ്പിൾ, അവരുടെ ജീവിത രീതി എന്ന് പറയുമ്പോൾ അതിൽ സാംസ്കാരികമായിട്ടുള്ള പല കാര്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പാട്രീഷ്യ ഗ്രേസിൻ്റെ വർക്കിൽ കൂടുതലും ഈ മൗരി പീപ്പിൾ ഉണ്ടല്ലോ, അവരുടെ വേ ഓഫ് ലൈഫ് കാണിക്കുന്നുണ്ട്. അതായത് അവരുടെ ലൈഫിൽ കൾച്ചറൽ വാല്യൂസ് ആയിട്ടുള്ള ലവിന് അവർ പറയുന്നത് അരോഹ, ഹോസ്പിറ്റാലിറ്റി അതായത് ആതിഥ്യ മര്യാദ, അതിന് മനാക്കിതാങ്ക എന്നാണ് പറയുന്നത്. ജനങ്ങൾക്ക് അല്ലെങ്കിൽ പീപ്പിൾ അവർ വിളിച്ചിരുന്നത് തേ തങ്കാത്ത എന്നാണ്. റിലേഷൻഷിപ്പ് വഹനൗ ഗതാങ്ക എന്നാണ് റിലേഷൻഷിപ്പിന് പറയുന്നത്. അതുപോലെ ആൻസസ്റ്റേഴ്സിന് ഉങ്ക തിപുന എന്നാണ് ആൻസസ്റ്റേഴ്സ്, അതായത് പൂർവികർക്ക് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം പാട്രീഷ്യ ഗ്രേസിൻ്റെ വർക്കിൽ കാണായിരുന്നു. അവർക്കിടയിലുള്ള സ്നേഹം, അവർക്കിടയിലുള്ള മര്യാദകൾ, ആതിഥ്യ മര്യാദ, അതുപോലെ ജനങ്ങൾ അവരുടെ ഇടയിലുള്ള ബന്ധങ്ങൾ, റിലേഷൻഷിപ്പ്, അതുപോലെ അവരെ പൂർവികർ, ഇതെല്ലാം ഇവരുടെ വർക്ക്സിൽ കാണായിരുന്നു. അപ്പോൾ അവർ ഈ മൗരി പീപ്പിൾ എന്ന് പറയുമ്പോൾ അവരുടെ ജീവിത രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സാംസ്കാരികമായിട്ടുള്ള വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. See the last paragraph in the introduction. It used to be green once has been taken from her collection The Dream, Sleepers and Other Stories 1980. അപ്പോൾ ഈ ഒരു സ്റ്റോറി ഉണ്ടല്ലോ, ഇറ്റ് യൂസ് ടു ബി ഗ്രീൻ വൺസ് എന്നുള്ളതാണ് നിങ്ങളുടെ ഈ ഷോർട്ട് സ്റ്റോറി. ആ ഒരു ഷോർട്ട് സ്റ്റോറി എടുത്തിട്ടുള്ളത് ദ ഡ്രീം, സ്ലീപ്പേഴ്സ് ആൻഡ് അതർ സ്റ്റോറീസ് എന്നുള്ള 1980 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു കളക്ഷനിലാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറി ഉള്ളത്. അതിൽ നിന്നാണ് ഈ ഷോർട്ട് സ്റ്റോറി നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത്, എടുത്തിട്ടുള്ളത്. Tells about the ordinary everyday lives of the Maori community.
ഇപ്പോൾ മൗരി സമുദായം ഉണ്ടല്ലോ, ഈ ഗ്രൂപ്പ്സ്, ഈ പീപ്പിൾ, അപ്പോൾ അവരുടെ സമുദായത്തിലെ ജീവിത രീതി, ദിവസം എവറിഡേ ലീവ്സിനെ, സാധാരണയായിട്ടുള്ള ഓർഡിനറി ആയിട്ടുള്ള എവറിഡേ ലീവ്സ് കാണിക്കുന്ന ഒരു സ്റ്റോറിയാണിത്. ഈ സ്റ്റോറിയിൽ മൗരി കമ്മ്യൂണിറ്റീൻ്റെ ഒരു ഡെയിലി ലൈഫ് അല്ലെങ്കിൽ ഓർഡിനറി എവറിഡേ ലീവ്സിനെ കാണിക്കുന്നുണ്ട്. ഈ നമ്മുടെ പാട്രീഷ്യ ഗ്രേസ് എന്നുള്ള ഓഥർ പറയുന്നുണ്ട്. Note how possessions are not as valued as relationships within the community in the story. അപ്പോൾ ഇവിടെ ഇതിൽ പറയുന്നത് ഹൗ പൊസിഷൻസ് ആർ നോട്ട് എ വാല്യൂഡ് ആസ് അവർക്ക് പൊസിഷൻസിനേക്കാൾ ഇമ്പോർട്ടൻസ് റിലേഷൻഷിപ്പിനായിരുന്നു ഈ മൗരി കമ്മ്യൂണിറ്റിന്. അപ്പോൾ ഇവരുടെ കമ്മ്യൂണിറ്റിക്കിടയിൽ റിലേഷൻഷിപ്പിനായിരുന്നു പൊസിഷൻസിനേക്കാളും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും സ്വത്ത്, മുതൽ, അതിനൊന്നും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ജനങ്ങൾക്കിടയിലുള്ള റിലേഷൻഷിപ്പായിരുന്നു അവർക്ക് കൂടുതൽ എംഫസൈസ് ചെയ്തിരുന്നത്. സോ അതിനാണ്, റിലേഷൻഷിപ്പിനാണ് അവർ കൂടുതൽ വാല്യൂ കൽപ്പിച്ചിരുന്നത്. അപ്പോൾ അത് നമുക്ക് ഈ സ്റ്റോറിയിൽ കാണാമെന്നുള്ളതാണ്. ഡു യു നോട്ടീസ് ഡിഫറൻസസ് ബിറ്റ്വീൻ ദ അപ്രോച്ച് ഓഫ് അഡൽട്ട്സ് ആൻഡ് ദാറ്റ് ഓഫ് ചിൽഡ്രൻ? അപ്പോൾ ഈ സ്റ്റോറിയിൽ മുതിർന്ന ആളുകളുടെയും എന്താ പറയുക, കുട്ടികളുടെയും സമീപനത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് സ്റ്റോറി വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും മുതിർന്നവരുടെയും കുട്ടികളുടെയും അപ്രോച്ചിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. നോട്ട് ഹൗ ദ സ്റ്റൈൽ ഓഫ് യൂസിങ് ഇംഗ്ലീഷ് ഷിഫ്റ്റ് ടു ദ കൊളോക്കിയൽ ഇൻ ദ സ്റ്റോറി. സ്റ്റൈൽ ഓഫ് യൂസിങ് ഇംഗ്ലീഷ് ഷിഫ്റ്റ് ടു കൊളോക്കിയൽ ഇൻ ദ സ്റ്റോറി. അപ്പോൾ ഇംഗ്ലീഷ് എന്നുള്ള ലാംഗ്വേജിൻ്റെ ആ ഒരു സ്റ്റൈല് കൊളോക്കിയലായിട്ട് ഈ സ്റ്റോറിയിൽ മാറുന്നുണ്ട്, ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ശ്രദ്ധിക്കാനാണ് പറയുന്നത്. അതായത് ഹൈബ്രിഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ മിക്സ്, ഈ മൗരി ലാംഗ്വേജിൻ്റെയും അവരുടെ ലിറ്ററേച്ചറിൻ്റെയും ഇംഗ്ലീഷിൻ്റെയൊക്കെ മിക്സ് ആയിട്ട് ഉള്ളൊരു ലാംഗ്വേജ് ആയിരിക്കും സ്റ്റോറിയിലുണ്ടാവുക. നോട്ട് ഹൗ ഓൾസോ ദ ഷിഫ്റ്റ് ഫ്രം ഐ ടു വി ദ നറേഷൻ ഓഫ് സ്റ്റോറി. ഈ സ്റ്റോറീൻ്റെ നറേഷനിലും ഞാൻ എന്നുള്ളത് നമ്മൾ എന്നുള്ളതിലേക്ക് സ്റ്റോറി നറേറ്റ് ചെയ്യുന്നതിൽ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതും you can note. The story can be read as an attempt to capture the Maori cultural identity. അപ്പോൾ ഈ സ്റ്റോറിയിൽ അവരുടെ ഒരു മൗരി അവരുടെ സംസ്കാരത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി വീണ്ടെടുക്കാനുള്ള ഒരു അറ്റംപ്റ്റും കൂടിയാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വരമൊഴിയായിട്ടായിരിക്കും കൂടുതലും അവരുടെ പല വർക്ക്സ് ഉണ്ടാവുക, ലിറ്ററേച്ചറിലെ വർക്ക്സ്. അപ്പോൾ അത് പിന്നെ എഴുത്തിലൂടെയൊക്കെ അവരുടെ ഭാഷ അല്ലെങ്കിൽ അവരുടെ കൾച്ചർ കാണിക്കുമ്പോൾ അത് എന്നും നിലനിൽക്കും, എക്സിസ്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അത് വീണ്ടെടുക്കാനുള്ള ഒരു അറ്റംപ്റ്റാണ് പാട്രീഷ്യ ഗ്രേസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. സ്റ്റോറി ക്യാൻ ബി റെഡ് ആസ് എൻ അറ്റംപ്റ്റ് ടു ക്യാപ്ചർ മൗറി കൾച്ചറൽ ഐഡൻറ്റിറ്റി. അവരുടെ സാംസ്കാരികമായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി വീണ്ടെടുക്കാനുള്ള ഒരു അറ്റംപ്റ്റാണ്. ഹിയർ ഗ്രേസ് ഡസൻ ലെറ്റ് മൗറി ഐഡൻറ്റിറ്റീസ് ഇറോഡ്. അപ്പോൾ പറയുന്ന നോക്കാം, ഗ്രേസ് എന്ത് ചെയ്യുന്നില്ല, പാട്രീഷ്യ ഗ്രേസ് അനുവദിക്കുന്നില്ല, ഡസൻ ലെറ്റ് ദ മൗറി ഐഡൻറ്റിറ്റീസ് ഇറോഡ്. ഈ അവരുടെ ആ ഒരു മൗറി പീപ്പിളിൻ്റെ അവരുടെ ഐഡൻറ്റിറ്റി ഇല്ലാണ്ടാവുന്നതിന് പാട്രീഷ്യ ഗ്രേസ് അലോ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അവരവരുടെ വർക്ക്സിൽ അത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഷീ ഈവൻ റീറ്റെയിൻസ് മൗറി നെയിംസ് ലൈക്ക് റാന, പേത്തി ആൻഡ് കിരി ഇൻസ്റ്റെഡ് ഓഫ് ദ പക്കേഹ നെയിംസ് ഗിവൺ അറ്റ് സ്കൂളിൽ വൈറ്റ് സെറ്റിലേഴ്സിൻ്റെ രീതിയിലുള്ള സ്റ്റൈലിലുള്ള പേരുകളാണ് കുട്ടികൾക്ക് കൊടുത്തിരുന്നത്. പക്ഷേ അതിന് പകരം ഇവരുടെ ട്രൈബലായിട്ടുള്ള ഒരു സ്റ്റൈലിലുള്ള അവരുടെ കൾച്ചറൽ ഐഡൻറ്റിറ്റി കാണിക്കുന്ന പേരുകളുണ്ട്. അവർ സാധാരണ ഉപയോഗിക്കുന്ന പേര് വിളിക്കുന്നത് റാന, പേച്ചി, കിരി അങ്ങനെയൊക്കെയുള്ള പേരുകളും ഇവർ ഈ ഷോർട്ട് സ്റ്റോറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ വീണ്ടെടുത്ത് ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, so we will learn the chapter from next day onwards. Thank you.